നീറ്റ് എൻട്രൻസ് എക്സാമിലും ബോർഡ് എക്സാമിലും എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് ECG കേട്ടിട്ടില്ലേ? ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലേ? NCERT ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് എന്താ? ഗ്രാഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ഗ്രാഫിക്കലി ഉള്ള റെപ്രസെൻറ്റേഷൻ ഇല്ലേ, അതിന് പറയുന്ന പേര് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ ഹാർട്ടിനുള്ളിലുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, അതായത് നിങ്ങളോട് ഒരു ഡോക്ടർ നിങ്ങൾ നെഞ്ചോനായിട്ട് പോയി കഴിഞ്ഞ് ECG എടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ മെഷീൻ എടുത്തുകൊണ്ടുവരില്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾ നേരെ ആ ഗ്രാഫായിട്ടാണ് നിങ്ങൾ ഡോക്ടറിനെ കാണിക്കുന്നത്. ആ ഗ്രാഫിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ആ ഗ്രാഫിൽ എത്ര വേവ്സ് ഉണ്ട്? 3 വേവ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? P വേവ് ഉണ്ട്, QRS കോംപ്ലക്സ് ഉണ്ട്, T വേവ് ഉണ്ട്. ഈ ഓരോ വേവും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? P വേവ് റെപ്രസെൻറ്റ് ആട്രിയൽ സിസ്റ്റോൾ, ആട്രിയത്തിൻ്റെ കോൺട്രാക്ഷൻ അഥവാ ആട്രിയൽ ഡീപോളറൈസേഷൻ ഓഫ് ആട്രിയ, അതോ ആട്രിയൽ സിസ്റ്റോൾ അല്ലെങ്കിൽ ആട്രിയൽ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് ആട്രിയ. ഇത് ഏത് വേവാ? P വേവ്. അടുത്ത വേവ് ഏതാ? ഇങ്ങനെ പോകുന്ന ഒരു സാധനം QRS കോംപ്ലക്സ്. ഓക്കെ, QRS കോംപ്ലക്സ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വെൻട്രിക്കുലർ സിസ്റ്റോൾ അഥവാ വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ അഥവാ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. ലാസ്റ്റ് വേവിൽ ഒരു കുഞ്ഞു വേവ്, അത് T വേവ് അല്ലേ? T വേവ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? T വേവ് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. തെറ്റിക്കരുതേ, മറ്റേത് രണ്ടും D ആണ്, ഇത് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ അഥവാ ജോയിന്റ് ഡയസ്റ്റോൾ. നമ്മുടെ ECGയിലെ നമ്മൾ സാധാരണ ഇങ്ങനെ ഓരോ ലീഡ്സ് കണക്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ വെക്കും. ഓക്കെ, ഇത് എവിടേക്കാണ് വെക്കുന്നത്? ഓരോ റിസ്റ്റിൽ ഓരോന്ന്, ലെഫ്റ്റ് ആംഗിളിൽ ഒന്ന്. ടോട്ടലി എത്ര ലീഡ്സാണ് കണക്ട് ചെയ്യുന്നത്? 3 ലീഡ്സ് ആണ്. ഓരോ റിസ്റ്റിൽ ഓരോന്ന്, ലെഫ്റ്റ് ആംഗിളിൽ ഒന്ന്. അങ്ങനെ 3 ലീഡ്സാണ് കണക്ട് ചെയ്യുന്നത്. ECG ഇമ്പോർട്ടൻ്റ് ആണേ.